നമുക്കൊന്ന് ബ്രെഡ് റെസിപ്പി ട്രൈ ചെയ്താലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. റവ പൊടിച്ചിട്ടാണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. അതുകൊണ്ട് വേറെ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഫ്ലോറിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആവശ്യം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിക്കാത്തതായാലും കുഴപ്പമില്ല, ഞാൻ പൊടിക്കാത്തതാണ് പിന്നെ അത് ചേർത്തേക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടി കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു വിസ്കാണ്. ഡോ ഒക്കെ നീഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അത് ഒരുമിച്ചല്ല, ഒരു 2-3 തവണയൊക്കെ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കൈ കൊണ്ടോ, നമുക്കിതിന് ഇത് തന്നെ വേണമെന്നില്ല, ഈ വിസ്ക് വേണമെന്നില്ല, കൈ കൊണ്ടായാലും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ ഓരോ തവണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചില പൊടികൾക്ക്, അതായത് ഗോതമ്പിനോ മൈദയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കൊണ്ട് വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ വരാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഡോ വേണം ഈ ഒരു ബ്രെഡിന് എടുക്കാനായിട്ട്. പിന്നെ ഓരോ തവണ ഒഴിച്ചിട്ട് നന്നായിട്ട് അതുകൊണ്ട് തന്നെ ചെയ്യുവാണ്. ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കയ്യിൽ ഫുള്ളാവും, നമ്മുടെ വിരലിലും മൊത്തം ഇതാവും. അപ്പോൾ ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. ഇനി ഞാനത് കൗണ്ടർ ടോപ്പിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വെച്ചിട്ട് നീഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. കയ്യിൽ കുറച്ച് ഓയിൽ പറ്റിയിട്ട് നീഡ് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നല്ലതാണ്. നല്ലോണം തേച്ച് വേണം നീഡ് ചെയ്യാനായിട്ട്. ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും. ശരിക്കും നീഡ് ചെയ്തിട്ട് റോൾ ചെയ്തൊരു ബോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൂഫിങ്ങിന് വേണ്ടി വെക്കാവുന്നതാണ്. ഞാൻ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത ബോളിൽ തന്നെ ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഡോ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ലോഫ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ലോഫ് പാനാണ്. നിങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെയോ കാർബൺ സ്റ്റീലിൻ്റെയോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിൻ്റെ ഷോർട്ട്സും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ശരിക്കും പൊങ്ങി വന്ന മാവിൽ നമുക്കൊരു കൗണ്ടർ ടോപ്പിലെ ഷീറ്റിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ലോഫ് പാനിലേക്ക് വെക്കുന്നത്. അപ്പോൾ ശരിക്കും ഏകദേശം ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോഴത്തേക്കും ഇവക്കുട്ടി എടുക്കണം എന്ന് പറഞ്ഞ് വന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് അവളെയും സൈഡിൽ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും എല്ലാ സൈഡിലേക്കും പരത്തി വെച്ചിട്ട് നമുക്കിനി റോൾ ചെയ്യാം. ഇത് റോൾ ചെയ്തിട്ട് ആ റോൾ ചെയ്ത് വന്ന ഭാഗം താഴെയുള്ള ഡോവിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അതേപോലെ 2 അറ്റവും അകത്തേക്ക് മടക്കി പയ്യൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന പാർട്ടിങ്ങനെയും കൂടി ആ റോളിലേക്ക് ഒട്ടിക്കുന്ന രീതിയിൽ ചേർത്തങ്ങ് വെച്ച് കൊടുക്കുക. അത് ഒട്ടി തന്നെ ഇരുന്നോളും, അത് കുഴപ്പമില്ല. ഇനി നമുക്കത് ആ ലോഫ് പാനിലേക്ക് മാറ്റാം. ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് വെച്ചതിന് ശേഷം ഇത്രയും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നല്ലെങ്കിൽ മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതായാലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എല്ലാ സൈഡിലും. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനത് മൈക്രോവേവിൽ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്കിത് നോർമൽ ഗ്യാസ് സ്റ്റൗവിലും ബേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒക്കെ നല്ല രുചിയിൽ കഴിക്കാം. അതേപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.